തദ്ദേശ ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരം നടക്കുന്ന കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് പാന്ത്രയിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കിഴക്കൻ മുഹമ്മദ് അലി എന്ന കരുത്തനായ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഇന്ന് കെ ന്യൂസ്. പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വിജയപ്രതീക്ഷയിലല്ലേ? 100% വിജയപ്രതീക്ഷയിലാണ് ഞങ്ങൾ. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് പാന്ത്രയിൽ നിന്നും മത്സരിക്കുന്ന പൊതുസമ്മതനും സാമൂഹ്യ പ്രവർത്തകനുമായ UDF സ്ഥാനാർത്ഥി കിഴക്കൻ മുഹമ്മദ് അലി അവികസിത പിന്നോക്ക മലയോര കാർഷിക മേഖലയായ പാന്ത്രയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ വികസന മുരടിപ്പിന് പരിഹാരമുണ്ടാക്കുമെന്ന പ്രതിജ്ഞയുമായാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ, അതായത് 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം, 2 തുടർ ഭരണങ്ങളിലൂടെ ഇടതുപക്ഷത്തിൻ്റെ സംസ്ഥാന ഭരണവും കടന്നുപോയി. നമുക്ക് പ്രതീക്ഷിച്ച മാതിരിയുള്ള വികസനങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ആണ് നിങ്ങൾ പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രദേശത്ത് നിങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നാമത് നമ്മൾ ചമ്പങ്കാട് ഒരു ഏരിയ, ഒരു ഒറ്റപ്പെട്ട ഏരിയയാണ്. അവിടെ നമ്മൾ അനിൽകുമാർ MLA ഫണ്ട് വെച്ചൊരു പുഴയ്ക്കൊരു പാലം കൊടുന്നു. ഇനിയിപ്പോൾ അവർ പറയുന്നത് അതിൻ്റെ പുറത്തൊരു തോടുണ്ട്. ഇപ്പോൾ മഴക്കാലത്ത് സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ട് സ്കൂട്ടികൾ ഇപ്പുറത്തും രക്ഷിതാക്കൾ അപ്പുറത്തും മണിക്കൂറുകളോളം നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അവിടെ ഒരു ഓവുപാലം ചെയ്തു തരണം എന്നാണ്. അതെന്തായാലും അവിടെ ഒരു വാഹനം ഒലിച്ചു പോയി. അപ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്തുണ്ട്, MLA ഉണ്ട്, അവരെയൊക്കെ സമീപിച്ചുകൊണ്ട് അത് ചെയ്തു കൊടുക്കുന്നതാണ്. അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് ചെയ്യും. വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായ കാർഷിക മേഖലയാണ് പാന്ത്ര. കൃഷിനാശം മാത്രമല്ല ഇവിടുത്തെ കർഷകരും നാട്ടുകാരും നേരിടുന്നത്. ഈ വർഷമാണ് പാന്ത്രയോട് ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റിൽ നിന്ന് ഒരു നരഭോജി കടുവയെയും വളർത്തുമൃഗങ്ങളെ കൊന്നു തീർക്കുന്ന ഒരു പുലിയെയും കെണിവെച്ച് പിടികൂടിയത്. കടുവയും പുലിയും ഇനിയും യഥേഷ്ടം മേഖലയിൽ വിഹരിക്കുന്നുണ്ടെന്ന് വ്യക്തമായതാണ്. ജീവഭയത്താൽ ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത, ധൈര്യമായി മക്കളെ സ്കൂളിലയക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തിനുള്ളത്. ഇവിടെ വനാതിർത്തിയും ഒക്കെയുള്ള പ്രദേശമാണ്. നമ്മൾ വന്യമൃഗശല്യമൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് അനുഭവിച്ചവരാണ്. ശാശ്വതമായ ഒരു പരിഹാരം ഇതിനുണ്ടാക്കാനുള്ള പദ്ധതി ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾ വീട് കയറുമ്പോൾ ഇവിടെ ഭൂരിഭാഗം കർഷകരാണ്. അവരൊക്കെ ആശങ്ക ഇതുവരെ ഭയങ്കര പ്രശ്നമാണ്. വന്യമൃഗശല്യങ്ങൾ കടുവയായിട്ടും പുലിയായിട്ടും ആനയും കുരങ്ങുമായിട്ടൊക്കെ കൃഷികൾ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിന് ശാശ്വതമായ പരിഹാരം ഇപ്പോൾ 2 പ്രാവശ്യം അധികാരത്തിൽ വന്ന LDF സർക്കാരിനോ, ഒരു പ്രാവശ്യം പഞ്ചായത്തിൽ അധികാരത്തിൽ വന്ന LDF സർക്കാരിനോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന് MLA യും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഞാൻ ശ്രമിക്കും. എൻ്റെ കഴിവിൻ്റെ പരമാവധി. 10 വർഷം ഭരിച്ച സർക്കാരും 5 വർഷം ഗ്രാമപഞ്ചായത്ത് ഭരിച്ച ഇടതുപക്ഷവും ഇടതു മെമ്പറും കർഷകർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പകരാൻ എന്ത് പദ്ധതിയാണ് പാന്ത്രയ്ക്കായി നടപ്പിലാക്കിയത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി അതിദയനീയമാണ്. തുടർഭരണം കിട്ടി കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തും LDF ഭരിച്ചിട്ടും എന്തെങ്കിലും ഒരു വികസന ക്ഷേമ പദ്ധതി കൊണ്ടുവന്നതായോ നടപ്പിലാക്കിയതായോ ചൂണ്ടിക്കാട്ടാൻ ഇടതുപക്ഷത്തിനുണ്ടോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇക്കുറി ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ UDF ഭരിക്കുമ്പോൾ ഭരണത്തിൽ പാന്ത്രയുടെ UDFന്റെ ജനപ്രതിനിധി ഉണ്ടായാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വികസന മുരടിപ്പിന് പരിഹാരമുണ്ടാക്കുമെന്നാണ് വാർഡിലെ ജനങ്ങൾക്ക് UDF നൽകുന്ന വാഗ്ദാനം. വികസന പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെയൊക്കെ നടപ്പിലാക്കി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് അവർ തുടർഭരണത്തിന് വോട്ട് ചോദിക്കുന്നത്. എന്താണ് ആ കാര്യത്തെക്കുറിച്ച്? തുടർഭരണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നടപ്പാക്കിയ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണല്ലോ. സർവ്വ റോഡും റോട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതുപോലെ ഇവിടുന്ന് മോസ്കോ ഭാഗത്തേക്കുള്ള റോഡുകളൊക്കെ വളരെ ശോചനീയാവസ്ഥയിലാണ്. അവരോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഈ കരീമിൻ്റെ വീടിൻ്റെ റോഡ് പറ്റ കുഴി കഴിഞ്ഞ് അവരോട് ഫണ്ട് വെച്ചിട്ടുണ്ട്, ഫോണിൽ കാണിച്ചു ഫണ്ട് വെച്ചിട്ടുണ്ട്, നാളെ ശരിയാക്കും എന്ന് പറഞ്ഞ് ശരിയാക്കി ഇതുവരെ അത് നടന്നിട്ടില്ല. ഇനി നടക്കൂലല്ലോ, അതാണ് അവസ്ഥ. അതിന് കേരളം ഇങ്ങോട്ട് പോയിരുന്ന റോഡ് ഇന്ന് വാർഡിലും LDFന്റെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചത്, അവരുടെ മെമ്പർമാരാണ്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം UDF അധികാരത്തിൽ വന്നിട്ടുണ്ടാവുമെന്ന് നമ്മൾ ഉറപ്പ് തരികയാണ് നാട്ടുകാർ. കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന മുരടിപ്പിനും അവഗണനയ്ക്കും ബാലറ്റിലൂടെ LDFന് തിരിച്ചടി നൽകുമെന്നും മുഹമ്മദ് അലിയെയും ബ്ലോക്ക് സ്ഥാനാർത്ഥി സെലീനയെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മുസ്തഫ അബ്ദുൾ ലത്തീഫിനെയും ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. മുഹമ്മദ് അലി നമ്മളെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സാധാരണക്കാരൻ്റെ എല്ലാ വിഷയങ്ങളും ഒരു കോടതി മുഖേന, ഒരു കോടതി പോലെ മുഹമ്മദിൻ്റെ വീട്ടിൽ സമീപിക്കുന്നുണ്ട് നമുക്കറിയാം. അത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു 3 ആൾ കൂടുന്നിടത്തൊരു ബോർഡ് വെച്ചിട്ട് പബ്ലിസിറ്റി ചെയ്യാനോ ഒന്നും അല്ലാത്ത വിധം അത് സ്വകാര്യമായിട്ട് 90% അത് മുഹമ്മദ് അലി പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
പിന്നെ മൊബൈലിൻ്റെ പേര് നമ്മൾ സ്ഥാനാർത്ഥിയായി നിർദ്ദേശം വന്ന ഉടനെ അവിടെ 90-110 ആളുകൾ എന്ന മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നതിൻ്റെ ഓർമ്മ ശരിയാണ്. ഇവരെല്ലാവരും ഒരു കുട്ടിക്ക് പോലും ചെറുതിനോ വലുതിനോ ആണിനോ പെണ്ണിനോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നടങ്കം അതിന് മറ്റൊരു മറുവാക്കില്ല എന്ന് പറഞ്ഞ് മേമ്പാലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ തീരുമാനത്തെ വേണ്ട പോലെ വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പഞ്ചായത്ത് ഭരണം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരിതം പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് ഇവിടുത്തെ ജനത ഈ തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മലയോര കർഷകരുടെ ഒരു ഏരിയയാണിത്. ഇവിടെ പന്നി ശല്യവും അതുപോലെ തന്നെ ആനശല്യവും എന്തിനേറെ പറയുന്നു കുരങ്ങ് ശല്യവും കൂടി ഇവിടെ രൂക്ഷമാണ്. അപ്പോൾ കർഷകർക്ക് ചുരുക്കി പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഈ ത്രിതല പഞ്ചായത്ത് മുഖേനയും അതുപോലെ ഇനി വരാൻ പോകുന്നത് UDFൻ്റെ സംസ്ഥാന ഭരണമാണ്. ഈ ഭരണങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് എന്തെല്ലാം ശാശ്വതമായ പരിഹാരമാണോ കാണാൻ കഴിയുന്നത്, ഇതെല്ലാം ഇവിടുത്തെ ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് അലി ഇവിടുന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ നടപ്പാക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾ 6-ാം വാർഡിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. മാസം 26-ാം തീയതി എൻ്റെ ഒരു വളർത്തു മൂരിക്കുട്ടിയെ ഒരു 85 രൂപ വില മതിക്കുന്ന ഒരു മൂരിക്കുട്ടിയെ കടുവ പിടിച്ചിട്ട് DFO വിലൊക്കെ വന്നിട്ട് അതിൻ്റെ പൈസ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞെങ്കിലും ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ വനിതകളുടെ പേരിൽ അപേക്ഷ കൊടുക്കി പഞ്ചായത്ത് നിങ്ങൾക്കൊരു പശുവിനെ തരാം, അതുകൂടി നിങ്ങൾക്ക് പശുവിനെ വാങ്ങാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തോ ഇപ്പോൾ ചോദിച്ചപ്പോൾ അത് തരാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഒരു 100 ചില്ലാന ആൾക്കാരായിട്ട് അവർ പറഞ്ഞ വാക്ക് ലത്തീഫും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇവിടുത്തെ മെമ്പർമാരും ന്യൂമാൻ അടക്കുന്ന മെമ്പർമാരുണ്ടായിരുന്നു. അത് ഈ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. എന്നെ വഞ്ചിച്ചതോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തം വഞ്ചിച്ചിരിക്കുന്നു. അതിനൊരു മറുപടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്ന് ഉറപ്പാണ്. ഞങ്ങൾക്ക് ഈ 6-ാം വാർഡിൽ മുഹമ്മദ് അലിക്ക് ജയിച്ചു വരണം. ഞങ്ങൾ പൂർണ്ണ സപ്പോർട്ടോട് മൂപ്പരെ നല്ല ഭൂരിപക്ഷത്തോട് ഇത് വിജയിപ്പിക്കണം എന്ന് എഴുതിയിട്ടാണ് ഞങ്ങളെല്ലാവരും മഹിളാ കോൺഗ്രസിൻ്റെ ആൾക്കാരും എല്ലാവരും ഒത്തൊരുമിച്ച് ഈ വോട്ടിന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം മുഹമ്മദ് അലിയാക്ക നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. 100% ഉറപ്പാണ്.